അവിലുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല, കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടും ഇത് നമുക്ക് നൽകാം. വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും അതൊന്ന് അറിയിക്കുകയും കൂടി വേണം. ഇതുണ്ടാക്കുന്നതിന് ഇതുപോലുള്ള മട്ട അവിലാണ് വേണ്ടത്. ഇത് നല്ല കട്ടിയുള്ള അവിലായിരിക്കണം. നമ്മുടെ സാധാരണ ഫ്ലാറ്റായിട്ടുള്ള വെള്ള അവിലുണ്ടല്ലോ, അത് ഇതിന് പറ്റില്ല. ഇതുപോലുള്ള അവിൽ തന്നെ വേണം. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി വെള്ളം വാർത്ത് വയ്ക്കാം. വല്ലാതെ കുതിർന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയാണ് വേണ്ടത്. വെളിച്ചെണ്ണ തന്നെ വേണം. അല്ലെങ്കിൽ പിന്നെ വേണ്ടത് നെയ്യാണ്. നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് നിലക്കടല ഇടാം. നിലക്കടല ഒന്ന് തോലോട് കൂടിയിട്ടാണ് വേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഞാനൊരു 2 പേർക്ക് കഴിക്കാവുന്ന വിധത്തിലാണ് അവിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയും അവിലേക്ക് ഇത്ര അധികം കടലയുടെ ആവശ്യമില്ല. ഇതൊന്ന് ഞാൻ കുറച്ച് മാറ്റി വയ്ക്കും, മുഴുവൻ ചേർക്കുന്നില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് കാഷ്യൂ ഇടാം. കാഷ്യൂ ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കിസ്മിസും കൂടി ഇടാം. അപ്പോൾ രണ്ടും കൂടെ ഒരേ സമയം തന്നെ മൂത്ത് കിട്ടും. അങ്ങനെ അത് വറുത്ത് കോരിയിട്ട് മാറ്റി വയ്ക്കും. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. കാരണം ഞാൻ കുറച്ച് അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. ചൂടായി കിടക്കുന്ന ഈ എണ്ണയിലേക്ക് ഇനി നമുക്ക് കുറച്ച് കടുക് ഇടാം. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം ഇതിലേക്ക് ഇഞ്ചി ഇടുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്, പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇടുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവാള, ഇതൊരു മീഡിയം സൈസ് സവാളയാണ്, അതും ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഞാൻ ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പിന്നെ കുറച്ച് പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിന് പാകത്തിന്. ഒരു 2-3 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അങ്ങനെ പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടുകയാണ്. അതിനുശേഷം കുറച്ച് കരിവേപ്പിലയും വേണമെങ്കിൽ നമുക്കിതിലേക്ക് പൊടിയായി അരിഞ്ഞതോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതോ ആയിട്ടുള്ള ക്യാരറ്റും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം, കറിവേപ്പിലേക്ക് മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വച്ചിട്ടുള്ള അവിലുണ്ടല്ലോ, അത് ആ നനവോട് കൂടിയിട്ട് പാകത്തിന് കുതിർന്നിട്ട് ഇപ്പോൾ ആയിട്ടുണ്ടാവും. ഈ അവിലും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അവിൽ അടുപ്പത്തിരുന്ന് നന്നായി ചൂടായി എല്ലാം ഇതിൽ ചേർത്തിട്ടുള്ള ഉള്ളി മുളകും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നന്നായി മിക്സായി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് കോരിയിട്ടുള്ള നിലക്കടല, കാഷ്യൂ, കിസ്മിസ് അങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇതിലിട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കണം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ച് നാളികേരം ചിരവിയതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നാളികേരം ചിരവിയത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷ് തന്നെയാണ്. ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണ്, സ്നാക്കാണ്. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണേ. താങ്ക് യു.